നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകരയിൽ CPM-ന്റേത് കനത്ത തോൽവിയാണ്. ആ തോൽവിക്ക് കാരണക്കാരിയായ കെ രമയെ മുറിവേൽപ്പിച്ച് പിണറായി വിജയന്റെ പ്രതികാര നടപടി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 6 പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് വലിയ വിവാദമാകുകയാണ്. ഇത് പാർട്ടിയിലെയും സർക്കാരിലെയും ഉന്നത ഇടപെടലിനെ തുടർന്നാണ് പരോൾ അനുവദിച്ചതെന്നാണ് വിമർശനം. വടകരയിൽ CPM-നെ മലർത്തിയടിച്ചത് TP ഇഫക്റ്റാണ്. ആ കലിപ്പിലാണ് പിണറായി വിജയൻ. രമയ്ക്കുള്ള മറുപടി എന്നോണമാണ് കൊലയാളികളെ പുറത്തഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്ന നടപടിയെന്ന് ആരോപണം ശക്തമാകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത നേതാവിന്റെ ഇടപെടലാണ് TP വധക്കേസിലെ പ്രതികൾക്ക് താൽക്കാലികമായി പുറത്തേക്കുള്ള വഴി തെളിഞ്ഞതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റുവെങ്കിലും CPM തങ്ങളുടെ നിലപാടിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതികളുടെ പരോൾ. കൊടിസുനിയെ പുറത്തിറക്കാൻ ആഭ്യന്തര വകുപ്പ് കിണഞ്ഞ് പരിശ്രമിച്ചുവെങ്കിലും പൊതുമുതൽ നശിപ്പിക്കുകയും ജയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുകളും നിലനിൽക്കുന്നതിനാൽ നിയമ തടസ്സമുണ്ടായി. ഇതും മറികടന്നാൽ RMP കോടതിയെ സമീപിക്കുമെന്ന സൂചന ലഭിച്ചതുകൊണ്ടാണ് താൽക്കാലികമായി ആഭ്യന്തര വകുപ്പ് കൊടിസുനിയെ അകത്തു തന്നെ നിർത്തിയത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ ജയിലുകളിൽ കൂട്ടപ്പരോളിന് ആഭ്യന്തര വകുപ്പ് പച്ചക്കൊടി വീശിയിരിക്കുന്നത്. 561 പ്രതികളിലാണ് TP വധക്കേസിൽ ശിക്ഷ അനുഭവിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 6 പേർക്കും പരോൾ അനുവദിച്ചത്. ജയിൽ ചട്ടം അനുസരിച്ച് 1 വർഷം പരമാവധി 60 ദിവസം വരെയാണ് പരോള്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 30 പേരിലാണ് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളായ TK രജീഷ്, മുഹമ്മദ് ഷാഫി, കിർമാണി മനോജ്, MC അനൂപ്, അണ്ണൻ സജിത്ത്, K ഷിനോജ് എന്നിവർക്കും പരോൾ അനുവദിച്ചത്. തവനൂർ ജയിലിൽ കഴിയുന്ന കൊടിസുനി പരോളിനായി അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും ജയിൽ സുരക്ഷാ വാർഡന്മാരെ ആക്രമിച്ച കേസുള്ളതുകൊണ്ട് തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ബംഗളൂർ പോലീസിന്റെ തോക്ക് കടത്ത് കേസിലെ പ്രതിയായ TK രജീഷിന് പരോൾ ഇതൊന്നും പരിഗണിക്കാതെ നൽകുകയും ചെയ്തു. സർക്കാരിന്റെ പ്രത്യേക പരിധിയിൽ ഉൾപ്പെടുന്നതിനാലാണ് TP വധക്കേസ് പ്രതികൾക്കും പരോൾ അനുവദിച്ചത്. ചികിത്സയ്ക്കോ മറ്റു കാരണങ്ങൾ കാണിച്ചോ അപേക്ഷിക്കുന്നവർക്കാണ് പരോൾ സാധാരണയായി അനുവദിക്കാറുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതിനാൽ കഴിഞ്ഞ 3 മാസമായി പരോൾ നൽകിയിരുന്നില്ല. കൂട്ടപ്പരോളിന്റെ ഭാഗമായി തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിന്നും 330 തടവുകാർക്കാണ് പരോൾ അനുവദിച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും 23, വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും 18, തൃശൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് 10, ചീമേനി തുറന്ന ജയിലിൽ നിന്ന് 150 പേർക്കുമാണ് പരോൾ അനുവദിച്ചത്. പരോൾ ലഭിക്കാൻ ചുരുങ്ങിയത് 2 വർഷമോ അല്ലെങ്കിൽ ശിക്ഷയുടെ 1/3 ഭാഗമോ തടവ് ശിക്ഷ പിന്നിടണം. കൂടാതെ പോലീസ് റിപ്പോർട്ടും ജയിൽ വികസന സമിതി നൽകുന്ന പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമാകണം. പുറത്തിറങ്ങുന്നയാൾ നാട്ടിലെത്തിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കില്ല എന്ന് പോലീസ് റിപ്പോർട്ട് നൽകണം. ഇതുകൂടാതെ ഇവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കുടുംബാംഗങ്ങൾ രേഖാമൂലം എഴുതി നൽകുകയും വേണമെന്നാണ് ജയിൽ ചട്ടം. എന്തായാലും TP വധക്കേസിലെ പ്രതികൾക്ക് ഇപ്പോൾ വീണ്ടും പരോൾ അനുവദിച്ചിരിക്കുകയാണ്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവർക്ക് ആവശ്യത്തിലധികം പരോൾ കിട്ടിയതാണ്, ആവശ്യത്തിനും അനാവശ്യത്തിനും. ഇതിനെതിരെ KK രമ ശക്തമായി പോരാട്ടം നടത്തിയിരുന്നു. പിന്നീടാണ് ഇത് കോടതിക്ക് മുന്നിൽ എത്തുന്നതും സർക്കാരിന് നേരെ വിമർശനം വരുന്നതുമൊക്കെ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ, അതും വടകരയിൽ CPM അതിഗംഭീരമായി തോറ്റതിന് ശേഷം KK രമയോടുള്ള പ്രതികാരമെന്നോണമാണ് TP കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത്.